ഹായ് വെൽക്കം ടു ലുബീസ് കിച്ചൺ. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏലാഞ്ചിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റ് ആവുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കിസ്മിസ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതേ പാനിൽ തന്നെ ഒരു കപ്പ് കോക്കനട്ട് കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോക്കനട്ടും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി പാൻ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, നേന്ത്രപ്പഴം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നേന്ത്രപ്പഴം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് നേന്ത്രപ്പഴം നമ്മൾ റോസ്റ്റ് ചെയ്തത് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസും കോക്കനട്ടും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മധുരത്തിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇടാം. ഇനി ഈ പഞ്ചസാരയും തേങ്ങയും ഈ നേന്ത്രപ്പഴം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് മാവിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ദോശ ബാറ്ററൊക്കെ പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ദോശ പോലെ നമുക്കിത് ചുട്ടെടുക്കാം. കുറച്ച് കട്ടി കുറച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിടാൻ പാടില്ല. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഇത് എടുക്കണം. മറിച്ചിട്ടാൽ ഇത് റെഡിയായി വരത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന ഫില്ലിങ് വെച്ച് കൊടുക്കണം. ബനാന ഫില്ലിങ് വെച്ച് അതൊരു സൈഡിലേക്കാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ച് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. മടക്കിയതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.